എന്താണ് സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യും, എന്റെ പ്രവർത്തനങ്ങളൊക്കെ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. എന്താണ് ഈ സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ? നിസ്കാരം, നോമ്പോ? എന്താണ് സ്വാലിഹായ അമൽ? നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും സ്വാലിഹായ അമലാക്കാൻ കഴിയും. പക്ഷെ അതിന് ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽ അമലു സ്വാലിഹു അല്ലദീ ലാ തുരീദു അൻ യഹ്മദക അലൈഹി അഹദുൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ മറ്റൊരാളുടെയും പുകഴ്ത്തൽ ആഗ്രഹിക്കാതെ നീ ചെയ്യുന്ന ഏതൊരു പുണ്യകർമ്മവും അതിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയുന്നത്. എന്താ പറഞ്ഞത്? അല്ലാഹു അല്ലാത്ത മറ്റൊരാളുടെയും പുകഴ്ത്തൽ ആഗ്രഹിക്കാതെ നമ്മൾ ഏത് അമൽ ചെയ്യുന്നുണ്ടോ ആ കർമ്മത്തിനാണ് സ്വാലിഹായ അമൽ എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ പുകഴ്ത്തൽ അത് മാത്രമേ നമുക്ക് ആവശ്യം. ജനങ്ങളുടെ പരസ്യമായ പ്രശസ്തിയോ ആളുകളുടെ കയ്യടിയോ അതല്ല നമുക്ക് ആവശ്യം. അതൊന്നും ആഗ്രഹിക്കാതെ അള്ളാഹുവിന്റെ പ്രീതി, അവന്റെ പൊരുത്തം അത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ അമലുകൾ ചെയ്യുക. ആ പ്രവർത്തിക്കാണ് സത്യത്തിൽ സ്വാലിഹായ അമൽ എന്ന് പറയും. അവർക്കാണ് ശാശ്വതമായ സ്വർഗമുള്ളത്. സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫിഹാ ഖാലിദൂൻ. സത്യവിശ്വാസികളായ ആളുകളും സ്വാലിഹായ അമൽ ചെയ്യുന്ന ആളുകളും അവർ കാലാകാലം സ്വർഗത്തിലാണ്. നിസ്കരിക്കുകയാണെങ്കിൽ, നോമ്പെടുക്കുകയാണെങ്കിൽ, സകാത്ത് കൊടുക്കുകയാണെങ്കിൽ, ഹജ്ജ് ചെയ്യുകയാണെങ്കിൽ, ഏത് പ്രവർത്തനമാണെങ്കിലും ആളുകളുടെ പ്രശസ്തിയല്ല നമുക്കാണ് വേണ്ടത്. എവിടെങ്കിലൊക്കെ സദഖ കൊടുക്കുമ്പോൾ 4 സ്ഥലത്ത് തന്നെ അനൗൺസ് ചെയ്യണം, ഞാൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് എല്ലാവരും പറയണം. അല്ലെങ്കിൽ നിസ്കാരക്കാരനാണ്, ഞാൻ വലിയ ആളാണ്, വലിയ ആബിദാണ്. ജനങ്ങളുടെ പുകഴ്ത്തലും ആളുകളൊക്കെ അത് റെക്കോർഡ് ചെയ്യണം, ഞാൻ വലിയ സംഭവമാണെന്ന് പറയണം. അതല്ല സ്വാലിഹായ അമൽ. ആ അമൽ ആ ചിന്തയോടുകൂടെ പോയി. സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പൊരുത്തം, അള്ളാഹുവിന്റെ പുകഴ്ത്തൽ, അത് മതി നമുക്ക്. വേറൊരാളുടെ പുകഴ്ത്തലും ലക്ഷ്യമാക്കരുത്. അങ്ങനെയുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? എന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു തആല നമ്മുടെ അമലുകളൊക്കെ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.